അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ മീഡിയ ഒരു എത്തിക്സും ഇല്ലാതെയാണ് പെരുമാറുന്നത്. രാവിലെ ഈ മനോജിനെയും കിംബോവിനെയും വിളിച്ചു വരുത്തി കാണിക്കുന്നത് പക്ക പോക്കിത്തരമാണ്. പറയുന്നതൊക്കെ ഞങ്ങൾ വെള്ളത്തിനായിട്ട് വിഴുങ്ങുന്നാണോ വിചാരിച്ചിരിക്കുന്നത്? റീച്ച് വരുന്നു പറയുന്നു. ആ റീച്ച് വരുന്ന പാട്ട് പക്ക കോമാളിത്തരമല്ലേ? എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യം. പിന്നെ നിനക്ക് മാത്രം എന്താണ് എന്നോട് ഇത്ര നല്ല പാട്ടാണോ? കാരണം MG ശ്രീകുമാർ ചേട്ടൻ പാടുവോ അങ്ങനെ നല്ല അതുപോലത്തെ പൊട്ടപ്പാട്ട്? എടാ ആൻഡ്രൂസേ, എന്താ ചേട്ടാ ഇവനെ നീ തല്ലുവോ അതോ ഞാൻ തന്നെ തല്ലണോ? മെയിൻ സ്ട്രീം ഉൾപ്പെടെ ചെയ്യുന്നത് മര്യാദ ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെ മാനസിക രോഗിയുള്ള ആൾക്കാരെ റീച്ച് ഉണ്ടായി കൊടുക്കുന്നത് ഒരു ചെറ്റത്തരമാണ്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. ലൈഫിൽ ഒരു കല്യാണം നടക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. കല്യാണം കഴിച്ചാലോ അധികകാലം ലൈഫ് എന്താ നല്ലതായിരിക്കില്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോട് വേണ്ടായിരുന്നു. അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന മെസ്സി 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 മെസ്സി. ഇപ്പോഴാണ് എനിക്ക് നാരായണന്റെ ഫീലിങ്സ് മനസ്സിലായി. നെഞ്ചിനുള്ളിൽ നീയാണ് അടിപൊളി പീക്ക് ഇന്റർവെല്. നിന്നുമ്പിൽ ഫ്രാൻസാണ് എംബാപ്പേ. കാര്യത്തിൽ നീയല്ലേ ഒരു ഭീകരം തന്നെ. ടൈമിംഗ് ശരിയായില്ലേ? എംബാപ്പേ നീയൊരു നല്ലവൻ. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ? ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? ഉണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.